ഇത് സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇന്ന് ഞാൻ കർത്താവുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. പലർക്കും ക്ലാസ് എടുക്കാൻ തന്നെ കാരണം, കഴിഞ്ഞ ആഴ്ചകളിൽ ചിലവരുടെ മുഖം കാണിച്ചിട്ട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ പേരുകൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് പറഞ്ഞ് ഇവർക്കെല്ലാം നിൻ്റെ മുമ്പിൽ കരച്ചിലുമായിട്ട് വരുമ്പോൾ നീ പ്രാർത്ഥിച്ചാലൊന്നും അധികം സൗഖ്യമൊന്നും കിട്ടത്തില്ല. കാരണം ഇവരൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവർക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തിൽ ശ്രദ്ധിച്ചോളുക. ഒരിക്കൽ കൂടി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുക, പ്രേക്ഷിത വേല ചെയ്യുക, ഗായക സംഘം, എന്തെങ്കിലും സുവിശേഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞും കൂടെ ഈ വചനം വായിച്ചോളൂ. ഈ ഗ്രൂപ്പിൽ സുവിശേഷ വേലയുമായി നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞും കൂടെ ഈ വചനം വായിച്ചോളുക. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. വെളിപാട് 14:15. ദേവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. പാകമായി ലാസ്റ്റ് ആ വിളവിന്റെ 2000 വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ്. അപ്പൊ ചിലവർ ഇങ്ങനെ പറയും 2000 വർഷത്തിന് മുമ്പ് തുടങ്ങിയതല്ലേ, അത് അന്നത്തേക്കുള്ളതൊന്നുമല്ല. കാലത്തിന്റെ അവസാനം വരെയും കൊയ്ത്തിന്റെ വചനം തന്നെ ഉണ്ട്, യാതൊരു സംശയമൊന്നും ഇല്ല. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ വെളിപാട് 14:15 എന്താ പറയുന്നത്? ദേവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തു വന്നു, മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. ഭൂമിയിലെ വിളവ് പാകമായിരിക്കുന്നു. അവസാന കാലത്ത് നീ വിളവ് വെച്ചതും എല്ലാം കൂടെ കൊയ്തെടുക്കാൻ, ശേഖരിക്കാൻ ഒരു ദൂതനെ അയക്കും. നിന്റെ കൊയറിൽ മാനസാന്തരപ്പെട്ടവർ നീ പാടി ആരാധിച്ചപ്പോൾ സ്തോത്രം നിന്നോട് ചേർന്ന് അതുവരെ ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്നവൻ അപ്പോൾ നിന്റെ പാട്ട് കേട്ടിട്ട് ദൈവമേ എന്നൊന്ന് വിളിക്കാനിടയായാൽ ആ ഫലവും കൂടെ നിനക്ക് വേണ്ടി കൊയ്യാൻ ദൈവം ഇറങ്ങാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുന്നവൻ ആത്മാവിൽ ആരാധിക്കട്ടെ, ആരാധിക്കുന്നവൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി ആരാധിക്കട്ടെ, സ്തുതിക്കുന്നവൻ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കി സ്തുതിക്കട്ടെ. ധ്യാനം നടത്താൻ വേണ്ടി ദൈവം സ്നേഹത്തോടെ നിന്നെ വിളിച്ച് നിന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കൊയ്ത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇറങ്ങേണ്ടതാണ്. ഹല്ലേലൂയ. അവസാന കാലത്ത് അതിനൊരു കൊയ്ത്തുണ്ട്. അവസാന കാലത്ത് നീതിയുടെ ഫലം സ്വീകരിക്കുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ദൈവം നിന്റെ പേരോർക്കും, ആ കാലത്ത് ദൈവം നിന്റെ പേരോർക്കും. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇനി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ടുള്ളവർക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്ന തരത്തിൽ ചില ആത്മാക്കൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഏതെങ്കിലും സുവിശേഷ വേല ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളറിയാതെ ദൈവം അയക്കുന്ന ചില ആത്മാക്കൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഞാനിത് ദൈവം ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വചനം നിങ്ങളടുത്ത് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അതിൽ 6 കൂട്ടം ഒരു ആത്മാക്കളെക്കുറിച്ചാണ് നിങ്ങളെ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കണം, ഇത് നിങ്ങളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ 6 കൂട്ടം ആത്മാക്കളും ഒരാളിൽ പ്രവർത്തിക്കാൻ ചിലപ്പോൾ ഒന്നായിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ആത്മാവ്, അതായത് ഇതൊക്കെ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാവാണ് ഇതെല്ലാം. യോഹന്നാൻ 4:36 കൂടെ വായിച്ചിട്ട് ഈ 6 കൂട്ടം ആത്മാവ് ഏതാണെന്ന് പഠിക്കാം. അതായത് ഈ സുവിശേഷ വേല ചെയ്യുന്നവരിൽ 6 കൂട്ടം ആത്മാവുണ്ട്. അതിൽ യോഹന്നാൻ 4:36 ഒന്ന് വായിച്ചിട്ടാണ് നമ്മൾ 6 കൂട്ടം ആത്മാക്കളെ പഠിക്കാനായിട്ട് പോകുന്നത്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും, കണ്ടോ, ഇത് ശ്രദ്ധിച്ചോളണേ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഒരു കൊയ്ത്തിന്റെ കാര്യം നമ്മൾ കേട്ടായിരുന്നല്ലോ. നേരത്തെ നിന്റെ കഷ്ടപ്പാടിന് അവസാന കാലത്ത് കൊയ്ത്തുണ്ടാവും എന്നുള്ളത് കേട്ടല്ലോ. ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ അതിശക്തമായ തിരുവചനവും കൂടെ എടുത്തിരിക്കുന്നത്. കൊയ്യുന്നവന് കൂലി കിട്ടും, മനസ്സിലാവുന്നുണ്ടോ? കൊയ്യുന്നവന്. അതുകൊണ്ട് ഈ പാസ്റ്റർമാരെല്ലാം ഉയരുന്നതിൻ്റെ കാരണം കണ്ണ് കടിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവന് കൂലി കിട്ടുന്നുണ്ട്. അതാണ് കാര്യം. അവൻ ചിലപ്പോൾ ഇനിയും വീട് വെക്കും,
ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എല്ലാവരും പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് ഇനി ഭൂമിയിൽ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വളരെ കുറവാണ്. ഞങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്, ഉണ്ടായിടത്തോളം മതി. അപ്പം പക്ഷെ അതല്ല ദൈവത്തിൻ്റെ ഒരു രീതി പറയുന്നതെന്ന് പറഞ്ഞാൽ അവന് കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ആ മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, യേശുവിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരുന്നതാണ്. യേശുവിൽ നിന്ന് അകന്നു പോയപ്പോൾ ക്രോധമാണ് ഇറങ്ങി വന്നത്. അത് സത്യം കേട്ടോ, അത് ഞങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളതാണ്. ആ പറഞ്ഞത് സത്യം തന്നെയാണ്. യേശുവിൽ നിന്ന് അകലുന്ന സമയത്ത് മൊത്തം നെഗറ്റീവായിരിക്കും, എല്ലാം നാശമായിരിക്കും. അതാണ്, അത് പലപ്പോഴും അത് എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആ വചനം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ആ വചനം വായിച്ചിട്ട് നമുക്ക് 6 കൂട്ടം ആത്മാക്കൾ ഏതാ അത് നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കാം. അത് വളരെ നിങ്ങളത് അത്യാവശ്യം മനസ്സിലാക്കേണ്ടതാണ്. യോഹന്നാൻ 4:36 വായിച്ചോ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കും. ഇത് കണ്ടോ, കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു, കൊയ്യുന്നവൻ്റെ. അതുകൊണ്ട് കൊയറിനിറങ്ങുന്നവർ, പ്രേക്ഷിത വേല, കിച്ചണിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം ദൈവവചനം വരുന്നവർക്ക് എടുത്തു കൊടുക്കാൻ പ്രേക്ഷിത വേല ചെയ്യുന്നവർ. ഹല്ലേലൂയ. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അതായത് ചെറിയ വില ഇതാ മതി. ഒക്കെ നിങ്ങളുടെ എന്ത് വില നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളെ ദൈവം ഈ വേലയ്ക്ക് വേണ്ടി ദൈവമാണ് വിളിച്ച്. ഇങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങൾക്ക് പ്രേക്ഷിത വില ചെയ്യാനുള്ള മനസ്സ് എങ്ങനെ കിട്ടി? ഹല്ലേലൂയ. ഞാൻ ധ്യാനം കഴിഞ്ഞ് മൂവാറ്റുപുഴയിൽ ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ്, ഞാൻ തളർന്ന് ഈ അങ്കമാലി വീട്ടിൽ വന്നിരിക്കും. തളർന്ന് വന്നിട്ട് ഒരു ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ 2 ദിവസത്തേക്ക് കൊള്ളില്ല, കാരണം നമുക്ക് നല്ലപോലെ തളർന്നു പോകും. അതെന്തുകൊണ്ടെന്ന് ചിലവർ പറയും, ദൈവവേല ചെയ്താൽ തളരുന്നത് ബന്ധനമാണെന്ന് പറയും. ഇങ്ങനെയുള്ള കൾട്ട് ഉപദേശത്തിലൊന്നും പെട്ടുപോരുത്. കാരണം നിങ്ങൾ പിന്നെ യന്ത്രനല്ല കേട്ടോ, യന്ത്രൻ എന്ന് പറഞ്ഞാൽ റോബോട്ടല്ല നിങ്ങൾ. ഹല്ലേലൂയ. വയലിൽ ജോലി ചെയ്താൽ അവൻ തളരണം. ഏതിലാണ് നമ്മൾ തളർന്ന് അവശനായി കിടക്കേണ്ടത്? ഏതിലാണ്? വയലിൽ ജോലി ചെയ്ത് തളർന്ന് കിടക്കണം. വിയർപ്പൊഴുക്കേണ്ടത് ഏതിലാണ്? വയലിൽ ജോലി ചെയ്ത് വിയർപ്പൊഴുക്കണം. ഹല്ലേലൂയ. അല്ലെ യന്ത്രൻ്റെ കണക്കും എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്തത് വേറെ ആളായിട്ടാണ്. അതുകൊണ്ടാണ് യന്ത്രനായത്. സ്തോത്ര. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഏലിയാവ് തളർന്നു കിടന്നു. എത്ര പേരാണ് തളർന്നു കിടന്നത്? പ്രവാചകന്മാർ ജോലി ചെയ്തിട്ട്. അവരൊക്കെ യന്ത്രന്മാരല്ലായിരുന്നു, അവരൊക്കെ ആത്മാവുള്ളവരായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേജിൽ നിന്ന് അങ്ങനെ 3 ദിവസം നിൽക്കുന്നു. രാത്രിയിൽ ഉറക്കമുളച്ചുള്ള പ്രാർത്ഥന. അങ്ങനെ 3-ാം ദിവസം 72 മണിക്കൂർ ജനങ്ങളെ തലയിൽ അത്രയും പേരെയും തലയിൽ കൈവച്ച് ഡെലിവറൻസ് ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ തളർന്ന് തരിപ്പണമാകും. അത് ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ആ വിയർപ്പ് മൊത്തം ഒഴുകുന്നത് ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. അതിന് പ്രതിഫലമുണ്ടെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അങ്ങനെ തളർന്നു വന്ന് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണാം, അവിടെ നമ്മൾ പറയാതിരിക്കാൻ അത് മനോഹരമല്ല, കർത്താവ് അവർക്ക് ഇത് കൊടുക്കട്ടെ. അപ്പോൾ കാണാം നമ്മുടെ ഈ വണ്ടിയിൽ ഈ നമ്മുടെ യൂത്ത് പിള്ളേരെല്ലാം കൂടെ ആ സാധനം എല്ലാം കൂടെ എടുത്ത് ചുമന്ന് അവർ കൊണ്ടുവന്ന് അടുക്കി പറക്കുന്ന ഒരു വേല. ഇപ്പം ഞാൻ സ്റ്റേജിൽ തളർന്ന് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇവർ പുറത്ത് നിന്നുകൊണ്ട് ആ ബാനറും അതെല്ലാം അഴിച്ച് വണ്ടി കയറ്റി തളർന്ന് അവരും കൊണ്ടുവന്നിട്ട് ആ ഗോഡമണിയിൽ കൊണ്ട് അതെല്ലാം വെച്ച് അടുക്കി പറക്കി വെക്കുമ്പോൾ അവരും സുവിശേഷ വേലയുടെ ആത്മാക്കൾക്ക് വേണ്ടി അവരും കഷ്ടപ്പെടുക. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ മക്കൾ കഷ്ടപ്പെടുന്നു, ഇവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പം ജനത്തിന് വേണ്ടിയിട്ടാണ്, ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പാട്. അപ്പം ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം കൊയ്തവനും വിതച്ചവനും എല്ലാവനും ഈ അന്ത്യനാളിൽ കൂലിയുണ്ട്.
ഇതൊക്കെ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ ആത്മാവിന് ഇതെല്ലാം ബോണസായി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടാൻ പറയുന്നുണ്ട്. നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിയാൽ പാപക്ഷമ കുറയും. ഹല്ലേലൂയ. പല പാപത്തിൻ്റെ കടം കുറയും, ക്ഷമ കൂടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇനി 3 ശ്രദ്ധിക്കുക, 6 ആത്മാക്കളെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. സുവിശേഷ വേല ചെയ്യുന്നവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കേട്ടുകൊള്ളുക. 1, ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കുന്ന കൃപ ഉള്ള വ്യക്തിയായിരിക്കും ഒരാൾ. അങ്ങനെ ഒരു ആത്മാവായിരിക്കും. ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുക. എന്താണ് വാങ്ങിക്കുന്നത്? പ്രവചനങ്ങൾ അല്ലെങ്കിൽ പ്രവചന ദർശനമോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. ദൈവം ഇന്ന കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നീ അത് ചെയ്യണം, ഇങ്ങനെ. അപ്പോൾ ആ ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ആഗ്രഹം ഈ പ്രവാചകൻ ക്യാച്ച് ചെയ്യുക. തലേന്ന് രാത്രി ചെയ്യുന്നുണ്ട്. ക്യാച്ച് ചെയ്തിട്ട് പിറ്റേന്ന് കൊണ്ട് കൊടുക്കുകയാണ്, ജനത്തിന് കൊടുക്കുക. അതൊരു കൃപാവരമാണ്. രണ്ടാമത്തത്, ദൈവജനത്തെ മാനസാന്തരത്തിൽ പരിപോഷിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പുള്ളി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കരയാത്തവരും കരയും, മാറത്തടിച്ച് നിലവിളിക്കും. അങ്ങനെയുള്ള വൻ പ്രവാചകന്മാരുണ്ടായിരുന്നു, ദൈവദാസന്മാരുണ്ടായിരുന്നു. ഇവരെ കൊണ്ട് കയറി കഴിഞ്ഞാൽ മാനസാന്തരമാണ്. ഭയങ്കര മാനസാന്തരം കൊണ്ടേ അവർ പിന്നെ അവിടുന്ന് മാറത്തുള്ളൂ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, രാജ്യങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും പ്രവചനം നടത്തുന്ന ശുശ്രൂഷയാണ് മൂന്നാമത്തത്. ഹല്ലേലൂയ. ഭയങ്കര എരിവുള്ള വ്യക്തികളായിരിക്കും. ദൈവം എന്ന് കേട്ടാൽ എരിവാണ്. രാവും പകലും കടന്ന് കഷ്ടപ്പെടും ദൈവത്തിന് വേണ്ടിയിട്ട്. നാലാമത്തത്, ധൈര്യത്തിൻ്റെ ആത്മാവിൽ സുവിശേഷം ചെയ്യുക. ധൈര്യത്തിൻ്റെ ആത്മാവാണ്. സുവിശേഷ വേലയിൽ ഒട്ടും പുറകോട്ട് പോകത്തില്ല. എന്തും ധൈര്യത്തോടു കൂടി ചെയ്യും. മറഞ്ഞിരിക്കുകയോ ഒളിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സുവിശേഷ വേലക്കാരായിരിക്കും. അഞ്ചാമത്തത്, സഭയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അടയാള സഹിതം ദൈവം പറഞ്ഞു കൊടുക്കുകയും അത് ഈ ദൈവദാസൻ സഭയിൽ ചെയ്യുകയും ചെയ്യും. ഇതാണ്. ഇനി ആറാമത്തത്, എടുക്കപ്പെടുന്ന ശക്തി. അത്രയും ഭക്തിയുള്ള ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ മരണം കാണാതെ ഉടലോടെ എടുക്കപ്പെടുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ശക്തിയേറിയ വരപ്രാപ്തരായിരിക്കും. ഈ 6 കൂട്ടവും 6 ആത്മാക്കളാണ്. ഈ 6 ആത്മാക്കളും നൂറ്റാണ്ടുകൾ മുതലേ ഭൂമിയിലുള്ളതാണ്. നൂറ്റാണ്ടുകൾ മുതലേ ഭൂമിയിലെ പല മനുഷ്യരിലും ഈ ആത്മാക്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആത്മാവ് ഈ നൂറ്റാണ്ടിലും മനുഷ്യരിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പ്രവർത്തിച്ചിട്ടുള്ള രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി ശ്രദ്ധിക്കണേ, ഇനി പ്രവർത്തിച്ചിട്ടുള്ള രീതി. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ശ്രദ്ധിക്കണേ. ഒന്നാമത്തത്, ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തിന് കൊടുക്കുന്ന ആത്മാവിന്റെ രീതി നിങ്ങൾ മോശയെ പഠിച്ചാൽ മതി. മോശ ദൈവത്തിൽ നിന്ന് 10 കൽപ്പന വാങ്ങി കൊടുത്തില്ലേ ജനത്തിന്? ദൈവത്തിൽ നിന്ന് മന്ന ഇറക്കി കൊടുത്തില്ലേ? ദൈവത്തിൽ നിന്ന് കാടപ്പക്ഷി ഇറക്കി കൊടുത്തില്ലേ? ദൈവത്തിൽ നിന്ന് മഹാമാരി എന്താണെന്ന് കാണിച്ചു കൊടുത്തില്ലേ? അത്രയും പവറുള്ള ഒരു ആത്മാവ്, ഹല്ലേലൂയ, ഇന്നും പല മനുഷ്യരിലും ഉണ്ട്. അതൊരു ആത്മാവ്. അത് മോശയുടെ സ്വഭാവമല്ല, അതൊരു ആത്മാവാണ്. ദൈവത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിൽ വന്ന ഒരു ആത്മാവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്, ദൈവജനത്തെ മാനസാന്തരത്തിൽ പരിപോഷിപ്പിക്കുന്ന ആത്മാവ്. ആ ആത്മാവാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. കാരണം പലരെയും ശത്രുക്കളാക്കുന്നത് ആ ആത്മാവാണ്. മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കപ്പെടുന്നവർ, തെറ്റുതിരുത്തുന്നവർ, ഇപ്പം ഏതെങ്കിലും ഒരു തെറ്റായ ഒരു കാര്യം കാണുമ്പോൾ അത് വിമർശിക്കും. മാനസാന്തരത്തിൻ്റെ ആത്മാവുള്ളവർ അത് നീ ചെയ്യുന്ന തെറ്റാണ്, നീ അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയും. അപ്പം അവർ ശത്രുവായി മാറും. അപ്പം മാനസാന്തരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് സ്നാപകയോഹന്നാനിൽ പ്രവർത്തിച്ചതൊക്കെ ആ ആത്മാവാണ്. അതുകൊണ്ട് ഹേരോദോസിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് കിടന്ന് ശക്തമായിട്ട് കിടന്ന് പറഞ്ഞത്, ഒരു ഭയങ്കര ധൈര്യം കാണിച്ചു. അങ്ങനെ മരണം വരെ വഹിക്കേണ്ട വന്നു. പലരുടെയും പരിസയന്മാരുടെയും സദുക്യരുടെയൊക്കെ ശത്രുവായിരുന്നു ഈ സ്നാപകയോഹന്നാൻ. പലരുടെയും. കാരണം അവരുടെയൊക്കെ മുഖത്ത് നോക്കി നിന്റെ മേൽ കോടാലി വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണമെങ്കിൽ അത് അത്രയും ശക്തിയേറിയ ആത്മാവ് അദ്ദേഹത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. സ്തോത്ര. ഹല്ലേലൂയ. മൂന്നാമത്തത്, രാജ്യങ്ങൾക്ക് അനുകൂലമായി പ്രതികൂലമായി പ്രവചനം. അത് ഏലിയാവ്, ഏലീഷ, ഇവരൊക്കെ ആ ആത്മാവ് സ്വീകരിച്ച ആൾക്കാരായിരുന്നു. ഇവരെല്ലാം അത്രയും പവറായിരുന്നു.
ഏലീശയുടെ മേലുണ്ടായിരുന്ന ഈ ശക്തി ഏലിയയുടെ മേലുണ്ടായിരുന്ന ശക്തി തന്നെയാണ് എലീശയിലും കടന്നു വന്നത്. ഇവരൊക്കെ രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി പ്രവചനം നടത്തുന്നവരായിരുന്നു ദൈവത്തിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ആത്മാവിൽ സുവിശേഷ പത്രോസ് പൗലോസിനെ എടുത്താൽ മതി. ഇവരൊക്കെ ഏത് ജനത്തിന്റെ മുമ്പിൽ ചാടി വീണ് യേശുവാണ് രക്ഷകൻ, അവന്റെ നാമം വിളിച്ചില്ലെങ്കിൽ നീ ഗുണം പിടിക്കത്തില്ല, നിനക്ക് രക്ഷ കിട്ടത്തില്ലെന്ന് ധൈര്യത്തോടെ പറയുന്ന ഒരു ശക്തി ഇവരിലുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്ര. സഭയ്ക്ക് വരാൻ പോകുന്ന അടയാളങ്ങൾ സഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വരപ്രാപ്തരായിരുന്നു യെശയ്യാ, ജെറമിയ, എസെക്കിയേലൊക്കെ. ഇവരൊക്കെ ഇസ്രായേലിന് വരാൻ പോകുന്ന നാശങ്ങളും നേട്ടങ്ങളൊക്കെ വളരെ ശക്തമായി പ്രവചിച്ചതാണ് ഇവരെല്ലാം. ഇസ്രായേലിന് ഒരു രക്ഷകൻ വരുമെന്ന് യെശയ്യാ പറഞ്ഞു, ജെറമിയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മാവിന്റെ പ്രവർത്തനമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. എടുക്കപ്പെടുന്ന ശക്തി ഹനോക്ക്, ഏലിയ, മോശ ഇവരുടെയൊക്കെ മേളിൽ ഉണ്ടായിരുന്നത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ശക്തിയുടെ ആത്മാവായിരുന്നു. ഈ ആത്മാക്കൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. ഇത് ചില സുവിശേഷകരിൽ ഇത് പ്രകടമാകുന്നുണ്ട്, ചില സുവിശേഷകരിൽ ഇത് കത്തുന്നുണ്ട്. അവര് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇത് ഈ ആത്മാവ് ഏലിയായിൽ പ്രവർത്തിച്ച ആത്മാവാ, ഈ ആത്മാവ് മോശയിൽ പ്രവർത്തിച്ചതാ, ഈ ആത്മാവ് സ്നാപയോഹന്നാനിൽ പ്രവർത്തിച്ചതാ, ഈ ആത്മാവ് പത്രോസിൽ പ്രവർത്തിച്ചതാ, ഈ ആത്മാവ് പൗലോസിൽ പ്രവർത്തിച്ചതാ എന്ന് പറയുന്ന തരത്തിൽ ഈ ആത്മാക്കൾ വിളിക്കപ്പെട്ടിറങ്ങുന്നവരുടെ മേലുണ്ട് ഇപ്പോഴും. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇനി നമ്മൾ ഇത് പഠിക്കുമ്പോൾ വിളിക്കാത്തത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പഠിക്കുമ്പോൾ വിളിക്കാത്തത് എന്ന് പറയുന്നത് ഭൗതിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരെ തഴഞ്ഞു കളയുന്നത്. ഒന്ന്, ഒരു കാര്യം ആലോചിച്ച് ഉറപ്പിക്കുക. ഭൗതിക കാര്യങ്ങളിൽ ജീവിക്കുന്നവരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു കാര്യം ആലോചിച്ച്, ഭൗതികം ഏത് കാര്യം, ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് തലേന്ന് ഉറപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ആലോചിച്ച് ഉറപ്പിക്കും. പക്ഷേ ആ ആലോചന അവിടം വരെ ഉള്ളു. പിന്നീട് തോന്നുന്ന കണക്ക് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നടത്തും. ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരാണോ? ഈ സ്വഭാവക്കാരെ ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ എടുക്കത്തില്ല. ആത്മീയ ജീവിതത്തിൽ ഇത് പറ്റത്തില്ല. ആത്മീയ ജീവിതത്തിൽ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും അത് നടത്തിയേ മാറത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മെയിൻ പ്രശ്നം. അതാണ് ഒരു കാര്യം ആലോചിച്ച്, ഇപ്പം ആരെങ്കിലുമായിട്ടൊക്കെ ആലോചിച്ചിട്ട്, ഭൗതിക കാര്യമാണ് ഞാൻ പറയുന്നത്, ആത്മീയ കാര്യമല്ലേ. ഭൗതിക കാര്യത്തിൽ നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബം ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് ഒരു നല്ലൊരു തീരുമാനം എടുക്കും. പക്ഷെ അത് ഉറച്ചു നിൽക്കത്തില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും. നിങ്ങൾ ഉറപ്പായി ഞാൻ പറയുന്നു, അങ്ങനെയുള്ള ആരെങ്കിലും ദൈവവിളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയാൻ, നിങ്ങൾ അധികം നാൾ നിൽക്കത്തില്ല ഇതിൽ. കാരണം ഇതിൽ നിങ്ങളുടെ ഈ സ്വഭാവമായിട്ട് ചേർന്ന് പോകുന്നതല്ല ഈ ഫീൽഡ്. അതുകൊണ്ടാണ് നിങ്ങൾ തള്ളപ്പെട്ടു പോകുന്നത്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനി രണ്ടാമത്, തീക്ഷ്ണതയോടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ അങ്ങ് ഏൽക്കും. ഇത് ഞാൻ ചെയ്യും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ട് അങ്ങ് ഏൽക്കും. ഭയങ്കര തീക്ഷ്ണതയായിരിക്കും. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് കുടുംബത്തിലൊക്കെ ഇച്ചിരി അലസണ്ട, ഇച്ചിരി പ്രശ്നം, ദാരിദ്ര്യം വന്നു കഴിഞ്ഞപ്പോൾ കരച്ചിലായി, നിലവിളിയായി, തണുത്തുറഞ്ഞു പോയി. ഇതങ്ങ് നോട്ട് ചെയ്ത് വെച്ചോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടും. ആ തീക്ഷ്ണതയോടെ ഏറ്റത് എന്തായി തീർന്നു? അതുപോലെ അങ്ങ് ഉറഞ്ഞു പോയി. അങ്ങനെയുള്ളവരും ഈ ഏതൊരു കാര്യത്തിലും, ഭൗതിക കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, തീക്ഷ്ണതയോടെ നാളെ നമുക്ക് ഈ വീടിൻ്റെ മിറ്റമൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ക്ലീനാക്കി കഴുകി ഒന്ന് വൃത്തിയാക്കാം. തലേന്ന് എന്ത് പറയുന്നു? ശരിയടി എന്നൊക്കെ പറഞ്ഞ് അച്ചായൻ പതുക്കെ തീരുമാനമൊക്കെ അങ്ങോട്ട് എടുത്തു. അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ്, എനിക്കിന്ന് വയ്യടി, മനസ്സിലായിരുന്നുണ്ടോ? വയ്യ, നാളത്തേക്ക് അങ്ങനെ. നാളെ ആയപ്പോഴും നമുക്ക് മറ്റന്നാ, നിസ്സാരം വീട്ടിലെ പുല്ല് ചെത്തുന്ന കാര്യമാണ്. മനസ്സിലായോ? ഈ വ്യക്തി എങ്ങനെ ആത്മീയ കാര്യം ഏൽപ്പിക്കുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. ഏൽപ്പിക്കുമോ ഈ വ്യക്തിയെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭൗതിക കാര്യത്തിൽ വിശ്വസ്തരായവരെയാണ് ആത്മീയകാര്യം ഏൽപ്പിക്കത്തുള്ളൂ. മൂന്നാമത്, പുറകിൽ നിന്ന് ആവർത്തിച്ച് നിർബന്ധിച്ചാൽ മാത്രമേ ചൂലെടുത്തൊന്ന് തൂക്കത്തുള്ളൂ. വീടൊന്ന് വൃത്തിയാക്കണമെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരും ആത്മീയ ജീവിതത്തിലെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കേരളത്തിലാണ്. കാരണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം പോലും കറക്റ്റ് ചെയ്യാത്ത ഒരാൾ ആത്മീയ കാര്യം എങ്ങനെ ചെയ്യും? ഹല്ലേലൂയ.
പിന്നെ എപ്പോഴും കിടന്ന് ഉറങ്ങുന്ന വില്ലന്മാരോ വില്ലത്തിമാരോ ഉണ്ടെങ്കിൽ 24 സൂര്യൻ ഉദിച്ച് 11 മണിക്ക് ഫോൺ ചെയ്താൽ പോലും ഫോൺ എടുക്കത്തില്ല, ഉറക്കമാണ്. അങ്ങനെ ഉറങ്ങുന്നതും ഈ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇതിലൊക്കെ സുവിശേഷകരൊക്കെ ആവുന്നതാണ്. പക്ഷെ ഗുരുക്കന്മാരില്ലാതെ വരുന്ന ഒരു കാലഘട്ടം എത്തുമ്പോൾ ഇവരൊന്നും നിലനിൽക്കത്തില്ല, ഇവരൊക്കെ തളർന്ന് തരിപ്പണമാകും. എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്, ഇതൊരു പ്രവചനമല്ല. അതായത് ഗുരുക്കന്മാരുടെ സപ്പോർട്ട് കാരണമാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ഈ ഉറക്കത്തിൻ്റെ ആൾക്കാർ കേട്ടോളൂ കേട്ടോ, ഗുരുക്കന്മാരുടെ സപ്പോർട്ട് കാരണമാണ് തിളങ്ങി നിൽക്കുന്നത്. ഈ തിളക്കമൊക്കെ ഉറക്കത്തിൻ്റെ ആത്മാവുള്ളവൻ, അവൻ ഈ ഗുരുക്കന്മാരില്ലാതായി ലീഡേഴ്സൊക്കെ ഇല്ലാതായി അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവൻ ഒറ്റപ്പെട്ടിട്ട് സുവിശേഷ വേലയേണ്ട ഒരു സാഹചര്യം വരുമ്പം ഇവൻ പിന്നെ ധ്യാനവും വെക്കത്തില്ല, പ്രാർത്ഥനയും വെക്കത്തില്ല. അവൻ അടുത്ത കൂട്ടുകെട്ടുമായിട്ട് അവൻ്റെ പാട്ടിന് പോകും, ഉറങ്ങാനുള്ള വകുപ്പുമായിട്ട്. അതുകൊണ്ടാണ് ഞാനുള്ള കാര്യം പറയാം, ഇവരൊക്കെ വിളി നശിപ്പിക്കാൻ നടക്കുന്നവരാണ് ഇവരെല്ലാം. ഇവരിലൊന്നും പ്രതീക്ഷ ഞാൻ വെക്കാറില്ല. അങ്ങനെയുള്ളവർ ഈ രാവിലെ കിടന്ന് ഉറങ്ങുന്ന ആണുങ്ങളിൽ ഞാൻ പ്രതീക്ഷ വെക്കാറില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. രാവിലെ ഒരു 10 മണിയായാലും 11 മണിയായാലും എഴുന്നേക്കത്തില്ല, ഉറക്കത്തോട് ഉറക്കം തന്നെ. ഇങ്ങനെയുള്ളവനൊക്കെ ബൈബിളും എടുത്തിറങ്ങണ്ട, ഇവനൊക്കെ കള്ളപ്പിള്ളകളാണ്. ഹല്ലേലൂയ. ഉള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾ രാവിലെ അവൻ എഴുന്നേറ്റ് അവൻ ദൈനംദിന ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അവനുള്ള പ്ലാൻ ചെയ്യണം, രാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ നമ്മൾ രാത്രിയിലെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്തു, രാത്രി വൈകിയാണ് കിടന്നത്, എന്നിട്ടാണ് രാവിലെ ഒരു 9 മണി വരെ. ഞാനൊക്കെ 9 മണി വരെ എത്ര വൈകി കിടന്നാലും 7 മണിയാകുമ്പോൾ നമുക്ക് അതിൽ കൂടുതലൊന്നും ഉറക്കം വരത്തില്ല. 8 മണിയാകുമ്പോഴേ അല്ലെങ്കിൽ ബംഗാളികൾ വന്ന് വിളിച്ചുണർത്തും. ഇനി ബംഗാളികൾ വിളിച്ചില്ലെങ്കിൽ 9 മണിയാകുമ്പോൾ അടുത്ത ആൾ വന്ന് വിളിക്കും. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഒന്നും ഉറക്കം നടക്കത്തില്ല, അത് വേറെ വിഷയം. എന്നാലും 9 മണി കൂടുതലൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല നമുക്ക്. ഹല്ലേലൂയ. എന്നാൽ 1 മണി വരെയും കിടന്നുറങ്ങുന്ന രീതികളുണ്ട് ചിലവർക്കൊക്കെ. അപ്പോൾ അതൊന്നും സുവിശേഷ ജോലിക്ക് ശരിയൊന്നും അല്ല അത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും ഏൽപ്പിക്കത്തില്ലെന്നാ. അങ്ങനെയുള്ളവർ അഥവാ സുവിശേഷ വേല എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയാം, അത് അധികം നാൾ നീണ്ടു പോകത്തില്ല. കാരണം അങ്ങനെ ഏൽക്കാൻ പറ്റത്തില്ലെന്നാണ് നിയമം എഴുതി വച്ചിരിക്കുന്നത്. ഉറങ്ങുന്നവനെ ഉണരുക എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരൊന്നും എപ്പോഴും ഉറങ്ങുന്നവർക്ക് സുവിശേഷം അത് കറക്റ്റ് അല്ല, അത് ആ വിളി എപ്പോഴെങ്കിലും പോവും. അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് മറ്റുള്ളവരെ നമ്മൾ ഇത് ശ്രദ്ധിച്ചോ? ഉറക്കത്തിൻ്റെ കാര്യം മനസ്സിലായോ? എന്തിനാ ഈ ഉറക്കത്തിൻ്റെ കാര്യം എന്തിനാ പറഞ്ഞത്? നിങ്ങളുടെ വിളി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ അകത്തൊരു നന്മയുണ്ട്. ഇനി അടുത്തത്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് കൃപ കിട്ടാത്തത്, ഇനി എത്ര ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് കൃപ കിട്ടാത്തത് ശ്രദ്ധിക്കുക. ഇത് നോട്ട് ചെയ്തേക്കണേ എല്ലാവരും, സൂമിലുള്ള ഇത്രയും പേര് നോട്ട് ചെയ്തേക്കണം. കൃപ കിട്ടാത്ത ഒരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ കഷ്ടതകൾക്കും നിങ്ങളുടെ തകർച്ചകൾക്കും എല്ലാത്തിനും ഉത്തരവാദി മറ്റൊരാളാണെന്ന് പറഞ്ഞ് പഴി പറയുന്ന സ്വഭാവമുള്ള ഒരാളെ യേശു ക്രിസ്തു തിരഞ്ഞെടുക്കത്തില്ല. ഇത്രയും നാളായിട്ട് എൻ്റെ എക്സ്പീരിയൻസ്. തിരഞ്ഞെടുക്കത്തേയില്ല. നിങ്ങളിനി എത്ര ആഗ്രഹിച്ചാലും ശരി, നിങ്ങളെ തിരഞ്ഞെടുക്കത്തില്ല. മറ്റുള്ളവരെ പഴി പറയുക. നിങ്ങളുടെ തകർച്ചയ്ക്ക്, നിങ്ങളുടെ എല്ലാ നാശത്തിനും കാരണം മറ്റുള്ളവരാണ്. ഇതാണ്. ഇത് നിങ്ങളിങ്ങ് വിശ്വസിക്കുക. നിങ്ങളത് പഴി പറഞ്ഞുകൊണ്ട് എത്ര പറഞ്ഞാലും നിങ്ങളെ മാറ്റത്തില്ല. നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് പോലുമില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ നമ്മൾ അത് അങ്ങനെ ഒരു സംഭവം നിങ്ങളിൽ വരാതിരിക്കണം. എന്ത് ചെയ്യണം? നമ്മളെ ഏൽപ്പിച്ച കാര്യം ഏതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണെന്ന് അറിയാത്തത് കാരണമാണ് നമുക്ക് ഈ മറ്റുള്ളവരെ പഴി പറയാൻ തോന്നുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേരുടെ അങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടെ എടുത്തു പറയുന്നത്. മാറ്റിയിട്ടുള്ള ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട്. ഞങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാറ്റിയിട്ടുള്ളവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാനിത് ക്ലാസ് നിർത്തുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ദൈവവേലയ്ക്ക് ഇറങ്ങിയ ആരെങ്കിലും ഇനി പൂർവിക ശാപം നിങ്ങളുടെ മേൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഇപ്പോൾ പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപങ്ങളും ശാപങ്ങളും ഇപ്പോഴും നിങ്ങളുടെ മേലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങിയവരുടെ പറയുന്നത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അതൊന്നും നിങ്ങളുടെ മേൽ ഇല്ലെന്നുള്ളതിന് തെളിവ് സഹിതം നിങ്ങൾക്ക് പറയാം. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കുടുംബങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മേൽ പൂർവിക ശാപങ്ങളില്ല. പാപിയായ മനുഷ്യരെ കെട്ടുകയും ദൈവസന്നിധിയിൽ
ആ മനുഷ്യരുടെ ആത്മാക്കളെ കൊണ്ട് നിർത്തുന്ന രീതി നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ എത്രമാത്രം മനസ്സിലായി എന്നറിയത്തില്ല, ഒന്നുകൂടെ പറയാം. എത്ര വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാത്ത ആൾക്കാർ, പാപിയായ മനുഷ്യർ, ആ പാപിയായ മനുഷ്യരുടെ ആത്മാക്കളെ കെട്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലാൻ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ശുശ്രൂഷ രീതിയുണ്ട് മനുഷ്യന്. സ്വർഗത്തിൽ കെട്ടുന്ന, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഈ വചനം കൂടെ ഓർത്തുകൊള്ളുക. അപ്പോൾ സുവിശേഷ വേല ചെയ്യുന്ന, അതായത് കർത്താവിൻ്റെ വചനം വിത്ത് വിതയ്ക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾ രക്ഷിക്കാൻ നോക്കിയ മനുഷ്യർ നിങ്ങളെ അതും ഇതും പറഞ്ഞ് പണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വേല പോലും പണം കളക്ട് ചെയ്യാൻ വേണ്ടി പിശാച് ആലോചന കൊടുത്ത് അതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ സുവിശേഷ വേലയോടല്ല താല്പര്യം, എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ കയ്യിരിക്കുന്ന പണം ഏത് വിധേനയും നിങ്ങളുടെ മേൽ വരണം, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ മേൽ കെട്ടുവീഴ്ത്താൻ ദൈവത്തിന് അനുവാദമുണ്ട്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാമത്തെ വാക്യം. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുവരെ രണ്ടും, കളകളെല്ലാം ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും. ആരോടാ പറയുന്നത്? എല്ലാ ദൈവ മക്കളും ശ്രദ്ധിച്ചോ, ആരോടാ പറയുന്നത്? കൊയ്ത്തുകാരോട് പറയും. കൊയ്ത്തുകാരാരാണ്? നമ്മൾ ഓരോരുത്തരാണ്. അപ്പൊ നമ്മളോട് പറയും. ഇന്ന് ഇതാണ് കൊയ്ത്തുകാലമെങ്കിൽ ഈ കാലത്ത് നമ്മളോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകൊള്ളുവിൻ. കളകൾ ശേഖരിച്ച് എവിടെ കളയണം? തീയിൽ ചുട്ടുകളയാണ്. അതാണ് ബന്ധിക്കാനുള്ള അധികാരം. പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അധികാരമൊക്കെ ഈ വചനത്തിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കൊയ്ത്തുകാർക്ക് കിടക്കും, അത് കൊയ്ത്തുകാർക്ക് കിടപ്പുണ്ട്. അങ്ങനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആരോടാ പറയുന്നത്? കൊയ്ത്തുകാരോട് പറയും. അവിടെ മാലാഖമാരെക്കാളും അധികാരം മനുഷ്യനുണ്ടെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. മാലാഖമാർ ദൈവമക്കൾക്ക് താഴെയാണ്, നമുക്ക് മേളിലല്ല മാലാഖമാർ. അങ്ങനെ ചില സഭകൾ വിശ്വസിച്ച് മാലാഖമാരോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് വചനത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നില്ല, അപ്പോസ്തലന്മാരും പഠിപ്പിക്കുന്നില്ല. നമ്മളുടെ ദേഹത്താണ് യേശുവിൻ്റെ രക്തമുള്ളത്, മാലാഖമാരുടെ ദേഹത്ത് യേശുവിൻ്റെ രക്തമൊന്നുമില്ല. അതുകൊണ്ട് മാലാഖമാരെക്കാളും അധികാരം നമുക്കാണുള്ളത്. അതുകൊണ്ട് ഇത് മാലാഖമാരോട് പറഞ്ഞതാണ് എന്ന് ധരിക്കണ്ട. അവരെക്കാളും അധികാരം നമുക്കുള്ളത് കാരണം നമ്മളുടെ ആജ്ഞ കേട്ടിട്ട് അവർ ചെയ്യുന്നതാണത്. അപ്പം നമുക്ക് ഇതെന്താണ് പറയുന്നത്? കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും. അങ്ങനെയാണ് യേശു പറഞ്ഞത്. യേശു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ. എന്ന് വെച്ചാൽ ഈ തീയിൽ ചുട്ടുകളയുവാൻ വേണ്ടി അവരെ കെട്ടുന്നത് കൊയ്ത്തുകാരാണ്. അതാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, കൊയ്ത്തുകാരാണ് അവരെ കെട്ടുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ ഒരു കൊയ്ത്തുകാരനായി നീ മാറിക്കഴിഞ്ഞാൽ നിന്റെ മേലെങ്ങനെയാണ് ശാപത്തിന്റെ കെട്ടുണ്ടാവുന്നത്? നിന്റെ മേലെങ്ങനെയാണ് ശാപത്തിന്റെയും മറ്റു ബന്ധനങ്ങളുടെ കെട്ട് വരുന്നത്? ഒരിക്കലും വരത്തില്ല. നിന്റെ മേൽ ഈ കെട്ട് റിമൂവ് ചെയ്ത് നിന്റെ മേലുള്ള ഈ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് നിനക്കാണ് ഇപ്പൊ കെട്ടാൻ അധികാരം തന്നിരിക്കുവാണ്, നിനക്ക് ബന്ധിക്കാൻ അധികാരമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അത്രയും പവറുള്ള ഒരു ശുശ്രൂഷയിലേക്കാണ് ദൈവമക്കളെ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, സഹോദരിമാർ ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ ചെറിയ രീതിയിലാണ് വചനം പറയുന്നതെങ്കിലും ഇപ്പോൾ എടുത്ത ക്ലാസ്സുമായി നിങ്ങൾ ബന്ധമുണ്ട്. ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഭയഭക്തിയോടുകൂടി ദൈവവേലയിൽ വ്യാപൃതരാകാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ചെറിയ രീതിയിലാണ് നിങ്ങൾ വചനം പറഞ്ഞ് തുടങ്ങിയെങ്കിൽ 30 മേനിയുടെ പേരിൽ നിങ്ങളുടെ പേരുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഒരു 10, 12, 14 വർഷത്തെ എക്സ്പീരിയൻസ് ആയെങ്കിൽ ഒരു 60 മേനിയുടെ പേര് നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും വെറുതെ പോകത്തില്ലെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കട്ടെ. വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ദൈവവിളിയും പ്രവചനവും കിട്ടിയിട്ട്
ഒളിച്ചിരിക്കുന്നവർ ഇനി അടവും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അവരെ ചെവിക്കൊള്ളണ്ട. യേശുവേ ആരാധന. അവർ ദൈവത്തെ നിഷേധിച്ചവരാണ്. ഈ ഭൗതിക കാര്യങ്ങളിൽ അവർ തളഞ്ഞു കിടക്കുന്നവരാണ്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. യേശുവേ ആരാധന. നിങ്ങളുടെ മേൽ ദൈവവിളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സന്തോഷത്തോടെ ചെയ്യുക. അത്യുന്നതനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. എല്ലാവിധ ശാപക്കെട്ടുകളിൽ നിന്നും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇന്ന് ഞാൻ കർത്താവുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്. പലർക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഇനി ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന മത നേതാവിനുൾപ്പെടെ ഈ പുള്ളിക്ക് യേശു ഒരു മനുഷ്യനല്ലേ, ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതല്ലേ, ഒരു മനുഷ്യൻ എങ്ങനെ ഗോഡാവും? അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്ന കറക്റ്റ് അല്ലേ? ഈ തരത്തിൽ ഒരു വിശ്വാസം മിക്കുള്ളവരുടെ ഉള്ളിലുമുണ്ട്. നിങ്ങൾ ഓർക്കണമേ, ജീസസ് വിഷൻ ഇതിനെ കടന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യേശുവേ ആരാധന. അത് നിൽക്കുന്നിടം കറക്റ്റ് ആയാലേ ഒരാൾ നശിക്കാതിരിക്കത്തുള്ളൂ. ഹല്ലേലൂയ.